നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോവാം. എന്തുകൊണ്ടും ഉത്സവ കാലഘട്ടങ്ങൾ തീരുകയാണ്. മകരം മുതൽ മേടം വരെ ഉത്സവ കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് എല്ലാ അമ്പലങ്ങളിലും. അതുപോലെ തന്നെ ആരാധനാലയങ്ങളും ഒക്കെ ഉത്സവങ്ങൾ അതിൻ്റേതായുള്ള കീഴ്വഴക്കവും ആചാരവും അനുസരിച്ചിട്ട് കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വാരബലത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഒരു പുതിയതായിട്ടുള്ള വർഷത്തിലേക്കുള്ള അടുക്കും ചിട്ടയോടുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ. അടുക്കും ചിട്ടയും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ദൈനംദിന കാര്യങ്ങൾ പരുവപ്പെടുത്തുക, പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ്. അതിൽ മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാലും മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല ഘടകം കാണുന്നുണ്ട്. പക്ഷേ അതൊന്ന് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണമെന്നുള്ളതാണ്. ധൈര്യക്കുറവ്, സാമ്പത്തിക പ്രശ്നം, വിജയിക്കോ ഇല്ലയോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ കാരണങ്ങളാകാം. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് നമ്മൾ ക്യാച്ച് ചെയ്തില്ലെങ്കിൽ നമുക്കായിരിക്കും അതിൻ്റെ നഷ്ടം. ഒഴുകിയ വെള്ളവും പോയ സമയം തിരിച്ചു വരില്ല എന്നുള്ളതാണല്ലോ പ്രമാണം. അപ്പം അത് പ്രത്യേകിച്ച് വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഈ വക സാധ്യതകൾ നമുക്ക് അനുകൂലമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു ഗ്രോത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ, പ്രയാണത്തിൻ്റെ കാലഘട്ടം കൂടിയാണ്. അതനുസരിച്ച് തിരഞ്ഞെടുക്കുന്നത് ഉചിതം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അനുകൂല സമയം തന്നെയാണ്. അതിൻ്റെ എൻട്രൻസ്, നീറ്റ്, അങ്ങനെയുള്ള കോച്ചിങ്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സെലക്റ്റായിട്ട് അനുകൂലമായിട്ട് നമുക്ക് അഡ്മിഷനും മറ്റു കാര്യങ്ങളും ഓക്കെ ആവാനുള്ള ദൈവാധീനം തുണയാണ്. ഇവിടെ ഇഷ്ടദേവതയും പരദേവതയും പ്രാർത്ഥിച്ച് ഉപചാര സമർപ്പണങ്ങൾ ചെയ്യുക. തടസ്സങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറി ഈശ്വരാധീനത്താൽ മുന്നോട്ട് പോകാൻ പറ്റും. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നിറയെ വരുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല, നടക്കുന്നില്ല. കാര്യങ്ങൾ നീണ്ടുപോകുന്നു, ഏജ് ഓവറായി പോകുന്നു. എൻ്റെ കുഞ്ഞിന്, എൻ്റെ കുട്ടിക്ക്, എൻ്റെ മകൾക്ക് നല്ലൊരു ചെക്കനെ കണ്ടില്ലല്ലോ, കിട്ടിയില്ലല്ലോ, കാണാൻ സാധിക്കുന്നില്ല, ഉറപ്പിക്കാൻ സാധിക്കും. സങ്കടപ്പെടുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആശ്വാസമായിട്ട് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കുട്ടിയായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം വരാനും അത് ഉറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം ആൺകുട്ടികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒത്തിരി പെൺകുട്ടികളെ പ്രപ്പോസൽ തേടി നോക്കി യോജിച്ചതൊക്കെ അവസാനം എന്തെങ്കിലും കാരണത്താൽ തട്ടിമാറിപ്പോകുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പരിധിയിൽപ്പെട്ട എല്ലാവരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി. ഇപ്പോൾ നല്ലൊരു ബന്ധം, ഒരു ലക്ഷ്മിയായിട്ട്, ഭാര്യയായിട്ട്, അല്ലെങ്കിൽ മരുമകളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ബന്ധം വരാൻ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചോളം, അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയമാണ്. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷെയർ മാർക്കറ്റ്, മറ്റു കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ സർവീസ് ചെയ്യാൻ താല്പര്യം, കൺസൾട്ടേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ നല്ല ഗ്രോത്ത് വരാനുള്ള സാഹചര്യമാണ്. അതിൽ ഒരു പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ ഉണ്ടായിട്ടുള്ള കോട്ടങ്ങളും നഷ്ടങ്ങളും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന പല ഓപ്പർച്യൂണിറ്റിയും കാണുന്നുണ്ട്. അത് മുന്നോട്ട് പോകാൻ പറ്റും. മൂന്നാമത്, വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനോ പുതുതായിട്ട് വാങ്ങാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ, മിഥുന രാശി. ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ശത്രുദോഷം, നല്ല രീതിയിൽ എതിർപ്പുകൾ, നമ്മളെ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള പല മേഖലയിൽ നിന്നുള്ള എതിർപ്പുകൾ കുറേ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടങ്ങനെ മാറിയിട്ടില്ല.
പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ ഇതിനു മുന്നേ 2 തവണ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യങ്ങൾ തട്ടിമാറി പോയി എന്നുള്ള യാഥാർത്ഥ്യം. അതോടൊപ്പം ഇപ്പോൾ ചില മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാശിയോട് കൂടിയിട്ടുള്ള എതിർപ്പുകൾ നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. കാരണം അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശി എന്ന് വേണം പറയാം. അതിൽ സാമ്പത്തിക പ്രശ്നമാകാം, വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകാം, നിരവധി കാരണങ്ങളാകാം. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ നുണയും പാരവയ്പ്പും പ്രശ്നവും കാര്യങ്ങളും കൊണ്ട് ഇട്ടറിഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് വരെ തോന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വക ഒരു ത്രെഡ് നമ്മൾ കടന്നു പോകേണ്ട സമയമാണ്. ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഈ കാലഘട്ടം സമയദോഷം നമുക്ക് മറികടന്നേ പറ്റൂ. ഇതിനു വേണ്ടി മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷമാണ്. അതോടൊപ്പം അമ്പലത്തിൽ, ശിവൻ്റെ അമ്പലത്തിൽ ജലധാര പുഷ്പാഞ്ജലി തിങ്കളാഴ്ച ദിവസമോ പുറന്നാൾ ദിവസമോ ചെയ്യുന്നത് ഉചിതമാണ്. ശിവന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിട്ട് സമയം. പുണർതത്തിൽ കാൽ പൂയം ആയില്യം കർക്കടക രാശി. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഗൃഹത്തിനകത്തുള്ള ചില നെഗറ്റീവ്സ്, പലതരത്തിലുള്ള ദോഷങ്ങളുടെ സിംറ്റങ്ങളാണ്. പലതരത്തിലുള്ള സിംറ്റങ്ങൾ നമുക്ക് അടിക്കടി മുമ്പുണ്ട്. വീഴുക, സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയിൽ. അതോടൊപ്പം തന്നെ ഓരോ തരത്തിലുള്ള സന്ധിവേദനകൾ, ജോയിൻറ്റ് പെയിൻ. അതോടൊപ്പം തന്നെ അഗ്നിബന്ധന ദോഷങ്ങൾ. അത് കുക്കറിൻ്റെയോ ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്ന അരി വടിക്കുന്ന സമയത്തോ ഈ അഗ്നിപരമായിട്ടുള്ള ദോഷങ്ങൾ അടിക്കടി എന്താ ചില്ലുടയുക. അത് നല്ല ലക്ഷണമല്ല. പൊട്ടിയ ചില്ലിരിക്കുന്നത് പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതോ ജനലിൻ്റെയോ അത് മാറ്റിയിടണം. അപ്പോൾ ആ സിംറ്റങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ വളരെ ഓമനകളായിട്ടുള്ള പെറ്റുകൾ പെട്ടെന്ന് ചത്തുപോവുക. പൂച്ചയായിരുന്നാലും നായയായിരുന്നാലും പ്രാവായിരുന്നാലും ഏതായിരുന്നാലും ഇതൊക്കെ നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങൾ ഒഴിവാകുന്നതാണെന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും ഈ വക നെഗറ്റീവ്സ് വരുന്ന വീട് സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങൾ ഉണ്ടാകുന്നവരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ മഹാരുദ്രേശ്വരി കവചിത മന്ത്രം പൂജിച്ച് അത് കലശത്തിലാക്കി കന്നി രാശിയിൽ സ്ഥാപിക്കുന്നത് ഒരു നല്ല പ്രൊട്ടക്ഷൻ നല്ലതായിരിക്കും. നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരാനും അത് തുണയാകും, യാതൊരു സംശയം. മഹാരുദ്രേശ്വരി കവചിത മന്ത്രകലശം. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ്. ഇവിടെ അധിക ചെലവുകൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ വേട്ടയാടുന്ന സമയമാണ്. കഴിഞ്ഞ 9 മാസത്തിനിപ്പുറം നോക്കുമ്പോൾ കിട്ടേണ്ട സാമ്പത്തികവും ബ്ലോക്കായിരിക്കും. ശരിയായിട്ട് നമുക്ക് ന്യായമായിട്ടും കിട്ടേണ്ട സാമ്പത്തികം കിട്ടാതെ നീണ്ടുപോകുന്ന അവസ്ഥ. ബാങ്ക് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ. അതോടൊപ്പം തൊഴിൽ മേഖലയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിലുണ്ടാകുന്ന അധിക ചിലവെന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റ് പ്രശ്നമായിരുന്നാലും ശരി തന്നെ, അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥമാകും പെട്ടെന്ന് തന്നെ. അത് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇങ്ങനെയുള്ള അധിക ചിലവുകൾ വാഹനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നിരന്തരം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ്. അതൊന്ന് അക്കൗണ്ടബിലിറ്റി ആയിട്ടൊന്ന് ശ്രദ്ധിച്ചാലേ പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും, പിടിച്ചു കയറാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണങ്ങളുടെ ശാപപാപ ബന്ധന ദോഷങ്ങൾ പിതൃക്കളുടെയും അത് ഏതെങ്കിലും തരത്തിൽ മുടങ്ങിയതോ തീരാശാപമായി എന്നെ മറന്നോ എന്നുള്ള ചോദ്യമായിട്ട് നിൽക്കുന്നതോ ഉണ്ടെങ്കിൽ അതിനുള്ള നിവർത്തി പരിഹാരം നമ്മൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. ലക്ഷ്മീനാരായണ പൂജ, തിലഹോമാദി കാര്യങ്ങൾ ചെയ്ത് ചന്ദ്രക്കല ശിവന് താലി, ഭഗവതിക്ക് നാമം, പൊട്ട് കൃഷ്ണന് സമർപ്പിച്ച് ഉപചാര സമർപ്പണവും അഭിഷേകവും അല്ലെങ്കിൽ പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. ആ രീതിയിലുള്ള ശാപപാപ ബന്ധന ദോഷങ്ങൾ നമുക്കോ നമ്മുടെ തലമുറയെ ബാധിക്കാതെ അത് ഒഴിവാക്കി അനുകൂലമാക്കി നിലനിർത്താൻ പറ്റും. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്.
ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാകാനുള്ള സാധ്യതയുണ്ട്, മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, ബ്രേക്കപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തകർന്നു പോകും. ഇത്രയും ആത്മാർത്ഥതയും കാര്യങ്ങളും വിശ്വാസവും കാണിച്ചിട്ട് ചില ആൾക്കാരുടെ പുറകിൽ ചരട് വലി നുണയും പാരവയ്പ്പുമാണ് ഇതിന് കാരണം. പക്ഷേ അതിനെ മറികടക്കണം. ഇത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളെയും നമ്മളെ ബാധിക്കും. തൊഴിൽ മേഖലയിൽ നിരാശയുണ്ടാവും, പഠന കാര്യങ്ങൾ അശ്രദ്ധയുണ്ടാവും, എല്ലാം മൂടൗട്ടാവും, ഇങ്ങനെയുള്ള പ്രശ്നം. പക്ഷേ ഇത് നമ്മൾ അതിൽ നിന്ന് കരകയറിയേ പറ്റൂ. തെറ്റിദ്ധാരണ മാറി പഴയ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വരാനുള്ള സമയമെടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുവരെ നമുക്കുണ്ടാകുന്ന ലോസ് നമ്മൾ മനഃപൂർവ്വമായിട്ട് അത് മറികടന്ന് തീർത്തേ പറ്റൂ, ആ നഷ്ടം തീർത്തേ പറ്റൂ. ഇവിടെ മഹാത്രിപുരസുന്ദരി കവചിത മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ വാഹനത്തിലോ സൂക്ഷിക്കുന്നത്, സാമീപ്യം ഉണ്ടായിരിക്കുന്നത് അനുകൂലമായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യും. മഹാത്രിപുരസുന്ദരി കവചിത മന്ത്രം. ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരിൽ ദൈവാധീനം ഗുണകരമായിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ പ്രാധാന്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. എക്സാം ടൈമിൽ എന്നെ കൊണ്ട് പറ്റൂ ഇല്ലയോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. പ്രത്യേകിച്ച് 10th മുതൽ ഡിഗ്രി വരെ നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ എല്ലാം അറിയാം, ഞാൻ ചെയ്തോളാം എന്നുള്ള ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്നില്ല, ഒരു എനിക്കറിയാമെന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത്. എക്സാം ടൈമിൽ നമ്മൾ പെട്ടു. അത് ഏതെങ്കിലും 1-2 പേപ്പറിനെ ബാധിച്ചത് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം, വേറെ ആർക്കുമില്ല. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ കോൺഫിഡൻസ് നമുക്ക് വരണം, ഓർമ്മശക്തി വരണം, ഒരു പ്രേരക ജ്വാലാശക്തി വേണം. പ്രേരക ജ്വാലാശക്തി എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനി തന്നെയാണ്. നമ്മൾ എവിടെ എത്തണം, എങ്ങനെ പോകണം എന്നുള്ളത് മറ്റുള്ളവർ തീരുമാനിക്കാൻ പാടില്ല. അപ്പോൾ അതിനെ ചില ഫ്രണ്ട്സ് നമ്മളെ വഴിതെറ്റിക്കും. ആ വക കാര്യങ്ങളിലൊന്നും വീഴാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പഠനം അല്ലെങ്കിൽ ലക്ഷ്യം അത് അനുകൂലമാക്കിയെടുക്കാൻ തയ്യാറായേ പറ്റൂ. ശ്രീവിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് കോൺഫിഡൻസ് നമുക്ക് നേടിത്തരും. സരസ്വതി കവചിത മന്ത്രം. സാരസ്വത അരിഷ്ടം അത് പൂജിച്ച് സേവിക്കുന്നത് കഴിക്കുന്നതും വളരെ ഗുണമാണ്. ഓർമ്മശക്തി മറ്റു കാര്യങ്ങൾ വരും, നിരാശ മാറും, ടെൻഷൻ മാറും. സാരസ്വത അരിഷ്ടത്തിന് അതിനുള്ള ഒരു എനർജി പ്രദാനം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. തുലാം രാശിക്കാർക്ക് വീട് മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് അത് ചെയ്ത് പഞ്ചശിരസ് മെയിൻ്റനൻസ് കഴിഞ്ഞതിന് ശേഷം പഞ്ചശിരസ് സ്ഥാപിച്ചാൽ അഷ്ടലക്ഷ്മി സാന്നിധ്യം അനുകൂലമാവും. ധനലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, ഭാവലക്ഷ്മി, വിദ്യാലക്ഷ്മി, വിജയലക്ഷ്മി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 8 ഭാവങ്ങളുള്ള ലക്ഷ്മി നമ്മളോടൊപ്പം വരണം. ഈ ലക്ഷ്മിയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് 5 ഭാവങ്ങളിലാണ്. സ്നേഹം, സന്തോഷം, ആത്മാർത്ഥത, വിശ്വാസം, സമ്പത്ത്, ഈ 5 കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ വിളയാടാൻ ഈ അഷ്ടൈശ്വര്യ ഭാവുക യോഗം അനുകൂലമാകും എന്നുള്ളതിന് യാതൊരു സംശയം. വിശാഖത്തിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരിൽ ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നത്തിൽ നമ്മൾ പെട്ടുഴലുന്ന അവസ്ഥ, ന്യായമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കുന്ന അവസ്ഥ, അത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ന്യായമായിട്ടുള്ള പ്രമോഷൻ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് അനുവദിച്ച് കിട്ടൽ, ചില കാര്യങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തുന്ന സ്വഭാവം. ഇവിടെ ചില കോക്കസിൻ്റെയോ ചിലരുടെ നുണയും പാരവയ്പ്പോ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെയോ കാര്യങ്ങൾ സ്വാധീനിക്കാം. പക്ഷേ നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും ആ ഗുഡ് വില്ല് നമുക്ക് നേടേണ്ട കിട്ടേണ്ട ന്യായമായിട്ടുള്ള കാര്യങ്ങളെ സ്വാർത്ഥീകരിക്കാൻ പാടില്ല. അപ്പം ഇവിടെ ആ ഉഴലുന്നവരെ സംബന്ധിച്ചോളം, മാനസികമായിട്ട് സംഘർഷത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സാഹചര്യം ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ഇടത്തര ബിസിനസ്, സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഇടത്തര ബിസിനസ് മേഖല കുറച്ചൊരു ഡള്ളായിട്ട് നിൽക്കുന്ന സമയം. ഡള്ളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മന്ദത എന്ന് പറയും. ആ ഇൻവെസ്റ്റ് ചെയ്താൽ കൊടുക്കുന്ന സമയത്തിനും സാമ്പത്തികത്തിനും അനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ചില ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ ശത്രുദോഷം തന്നെയാണ്. കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിലും പറയാം. ശത്രുദോഷം എന്ന് പറയുന്നതിനെക്കാട്ടിയും വിരോധം അല്ലെങ്കിൽ അസൂയ എന്ന് വേണമെങ്കിലും പറയാം. അതിനെ മറികടന്നേ പറ്റൂ. ഇവിടെ
മഹാ ത്രിപുര കവചിത മന്ത്രം അത് ഭുവനത്രയ പൂജ ചെയ്ത് ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം അല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിക്കും. സ്ഥാപനത്തിൽ മഹാസുദർശന കവചിത മന്ത്രം 41 ദിവസം അതിൻ്റെ മുന്നിൽ നെയ്വിളക്ക് കത്തിക്കുന്നത്. ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനും സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് അനുകൂലമാകാനും ഈശ്വരാധീനം തുണയാകാൻ, ദൈവാധീനം അനുകൂലമാകാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനു രാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സൂര്യൻ്റെ കാലഘോര, ബുധൻ്റെ കാലഘോര തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. പ്രധാനപ്പെട്ട യാത്രകൾ, ദൈനംദിന യാത്രയല്ല, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങൾ, ആ മീറ്റിംഗ് സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് കാലഘോര ഗണനയനുസരിച്ചിട്ട് പുറപ്പെടുന്നത് ഉചിതമാണ്. ഇവിടെ സൂര്യൻ്റെ കാലഘോരയും ബുധൻ്റെ കാലഘോരയും ഈ രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്യും. അതോടൊപ്പം തന്നെ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന എതിർപ്പുകൾ, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ, അത് പുറത്തൊരു സെറ്റിൽമെൻറ്റിലേക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ വീട്ടുവീഴ്ചയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകും, അനുകൂലമാകും, യാതൊരു സംശയമില്ല. ഇവിടെ രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് മുടക്കങ്ങൾ, തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറി വരുന്ന ചിങ്ങമാസത്തിനകത്ത് പോസിറ്റീവ് നമുക്കൊക്കെ കാണാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെ മുരുകസ്വാമിക്ക് 5 വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകത്തിന് കൊടുത്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമാകും. ദൈവാധീനം കൂടി നമുക്ക് അനുകൂലം. സുബ്രഹ്മണ്യ ഭഗവാന് 5 വെള്ളിയാഴ്ച പാലഭിഷേകവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമാകും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ദൈവാധീനം വളരെ വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കുറേ കാലമായിട്ട് നമ്മുടെ സ്ഥാപനത്തെ, നമ്മുടെ ഗൃഹത്തെ, നമ്മുടെ വർക്കിനെ ഒക്കെ പലതരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട് വേണമെങ്കിലും പറയാം. കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഇതിനു മുമ്പ് 2 തവണ കഴിയും. നമുക്കോ ഗൃഹത്തിലുള്ളവർക്കോ ദൈവാധീനം കൊണ്ട് ആക്സിഡൻറ്റിൽ നിന്ന് വരെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 തവണ രാഹു ദൃഷ്ടി ഉണ്ടായിരുന്നു. പാമ്പ് വീട്ടിനകത്ത് വന്ന് കയറി. അതിന് മുമ്പ് ഒന്നിനെ തല്ലിക്കുന്ന ദോഷവും ഒരു കാരണമാണ്. പാവക ദോഷങ്ങൾ രാഹുകേതു പരിഹാര പ്രായശ്ചിത്തം ചെയ്ത് തീർക്കേണ്ടതാണ്. ആയില്യ പൂജയ്ക്ക് കൊടുക്കുക, നാഗ ഉപചാര സമർപ്പണം ചെയ്ത് ആ ദോഷങ്ങൾ മാറ്റണം. അതോടൊപ്പം തന്നെ കുടുംബ പരദേവതയ്ക്ക്, അതായത് കുലക്ഷേത്രം, കുടുംബക്ഷേത്രം, പരദേവത എന്നൊക്കെ പറയും, അവിടെ കാര്യമായിട്ട് പ്രസന്ന പൂജ ചെയ്ത് അനുകൂലമാക്കി നിർത്തും. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. ഇത് പല പല കാര്യങ്ങളെയും നമ്മളെ പുറകോട്ട് വലിക്കും. അപ്പോൾ ഈ വക പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലക്ഷ്യബോധത്തോടു കൂടി കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കിട്ടും, യാതൊരു സംശയം. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ജാമ്യ വ്യവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളത് പൊല്ലാപ്പാകാനുള്ള സാധ്യതയുണ്ട്. ബാങ്കിൽ നിന്ന് നോട്ടീസും മറ്റു കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യപ്പെടുന്നത്, സർക്കാരിൻ്റേതായുള്ള സഹായം കിട്ടുന്ന താല്പര്യപ്പെടുന്ന ലിസ്റ്റിലുണ്ടെങ്കിലും നീണ്ടുപോകുന്നതിൻ്റെ അവസ്ഥ, ആ തടസ്സങ്ങൾ മാറാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. അപ്പോൾ ഈ വിഘ്നങ്ങൾ നമുക്ക് മാറ്റി മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? വിഘ്നേശ്വരനെ പ്രാപിക്കുക എന്നുള്ളത്. വിഘ്നേശ്വരന് 3 വ്യാഴാഴ്ചയെങ്കിലും കറുകമാല ചാർത്തി ഭഗവാനൊരു ഹോമം 3ാമത്തെ വ്യാഴാഴ്ച ചെയ്യുക. ഇതിനകത്ത് തന്നെ അതിൻ്റെതായുള്ള മാറ്റങ്ങൾ, നമ്മളെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ മാറി വിഘ്ന ഭഗവാന്റെ അനുഗ്രഹ ആശീസ്സുകൾ നമുക്ക് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി. കുംഭരാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ശുക്രൻ്റെ കാലഹോരിയും ഗുരുവിൻ്റെ, വ്യാഴൻ്റെ കാലഹോരിയും തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിട്ടുള്ള ഫലം നമുക്ക് അനുഗ്രഹീതമായിട്ട് കിട്ടും.
കലാപരമായിട്ടുള്ള ഫീൽഡിൽ, കായികപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും കഴിവ് തെളിയിക്കാനും നേട്ടങ്ങൾ നേടി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനമുണ്ട്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള നേട്ടം നേടിയെടുക്കാം, കൊയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം വാഹന ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം തന്നെയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ 1-2 നല്ല പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ഗുണകരമായിട്ട് നടക്കാനുള്ള യോഗം പ്രത്യേകിച്ച് ഈ വരുന്ന ഇടവ മാസത്തിനകത്ത് സാധ്യത ഉണ്ട്. പുരുരുട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി, മീനം രാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള തർക്കങ്ങളുണ്ടാകും. അത് പ്രസ്ഥാനം, സ്ഥാപനമായിട്ട് സംഘടനാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാതെ നമ്മുടെ സ്ഥാനമാനങ്ങൾ തെറിച്ചു പോകുന്ന സാഹചര്യം വന്നുകൂടായികയില്ല. വളരെ കരുതലും ശ്രദ്ധയും ജാഗ്രതയും വേണം. നമ്മളോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ നമ്മളെ മുന്നിൽ കാണാൻ സാധ്യതയുണ്ട്. ഗൃഹത്തിനകത്ത് ചില പ്രശ്നങ്ങളിൽ സംശയം, ദേഷ്യം, വാശി, രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. പക്ഷേ ഇത് ഉള്ളി തിരിച്ചതുപോലെ തുറന്ന് ചിന്തിച്ച് അന്വേഷിച്ചാൽ ഇതിലൊന്നും യാഥാർത്ഥ്യമില്ല. അപ്പോൾ നമ്മുടേതായിട്ടുള്ള സ്വഭാവ കാര്യങ്ങളിൽ ഒരു നൈർമല്യത ഉണ്ടാക്കുക എന്നുള്ളതാണ്. തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾക്കൊരു ധാരണാപിശകുള്ളത് തീർത്ത് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ കുടുംബാവശ്യം. നല്ല പഠിക്കാൻ സാഹചര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ പഠനത്തിൻ്റെ വൈകല്യം കാരണം, മറവി, ടെൻഷൻ, ഇതൊക്കെ കാരണം പലതും നീണ്ടു പോകും. അപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരുടെയും നമ്മൾ തീരെ പുറകോട്ടാവുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, നഷ്ടമാണ്, നമുക്ക് യാതൊരു സംശയമില്ല. ശ്രീവിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം വിദ്യാർത്ഥികളുടെ വളരെ വിശേഷമാണ്. വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് വളരെ നല്ല പ്രയോജനം ചെയ്യും. മീനം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി നമ്മളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും പങ്കും എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നാൽ അത് നമുക്ക് പ്രദാനം ചെയ്യും. പുതിയ വാഹനം വാങ്ങുന്നതിനോ ചേഞ്ച് ചെയ്യുന്നതിനോ താല്പര്യമുള്ളവർക്ക് അനുകൂല സമയം തന്നെയാണ്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. ഒരു പാർട്ട് ടൈം വർക്കോ ബിസിനസ്സോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും കാര്യങ്ങൾ വളരെ ഗുണകരമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. മഹാലക്ഷ്മി കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ദൈവാധീനം കുറച്ചുകൂടെ നമുക്ക് അനുകൂലമാകാൻ സഹായകരമാകും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും